ഒരു ഒരു അപമാനകരമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളം കടന്നു പോകുന്നത്. ഇനി ഡൽഹിക്ക് വിളിപ്പിക്കാൻ ബാക്കിയുള്ളത് വോട്ട് ചെയ്ത ജനങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാവരെയും ഏതാണ്ട് ഡൽഹിക്ക് വിളിപ്പിച്ചു. 10 ദിവസം കഴിഞ്ഞു. കോൺഗ്രസ് അവകാശപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഓരോ ദിവസവും കൂടി വരികയാണെന്നാണ്. ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചാൽ ജനാധിപത്യ സൗന്ദര്യ മത്സരത്തിൽ കേരളം ഒരു മിസ് വേൾഡായിട്ട് തിരഞ്ഞെടുക്കപ്പെടാവുന്ന കരുത്തായി കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഉയർച്ചയിലേക്ക് ഈ സൗന്ദര്യത്തെ കൊണ്ടുപോകരുത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നായകനാരെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം കോൺഗ്രസിന് തന്നെയാണ്. ഞങ്ങളാരും അതിൽ ഇടപെടുന്നില്ല. പക്ഷെ കോൺഗ്രസ് ഇടപെടണ്ടേ? യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് എത്ര നേരം വേണമെങ്കിലും എടുത്ത് അവരുടെ സംസ്കാരം പോലെ ആളുകൾ തീരുമാനിക്കാനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് പൊതുവെ കേരളത്തിൽ ആപൽകരമാണ്. കേരളത്തിൽ ഒരിക്കലും കേട്ടുപരിചയമില്ലാത്ത വിധത്തിൽ തലയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ മുതിരുന്ന വിധത്തിലുള്ള അപഹാസ്യവുമായിട്ടുള്ള സമരങ്ങളിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുപോകുന്നൊരു രീതി കേരളത്തിൽ ഉണ്ടായിപ്പോയി എന്നുള്ളത് തികച്ചും അപമാനകരമാണ് ജനാധിപത്യ കേരളത്തിന്. പുതിയ തലമുറ എങ്ങനെയാണ് ഇനി ജനാധിപത്യത്തിൽ ആകർഷകരായിട്ട് വരിക? ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് രാഷ്ട്രീയം പഠിക്കുന്ന പുതിയ തലമുറ ബോധ്യപ്പെടുമല്ലോ. ജനാധിപത്യ സൗന്ദര്യ മത്സരത്തിൽ മിസ് വേൾഡ് ആയി ഇപ്പോൾ തന്നെ. ഇനിയും അതിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഈ തീരുമാനം കൊണ്ടും തീരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയാണ് മത്സരമെങ്കിൽ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം എത്ര കടുത്തതായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ യഥാർത്ഥത്തിലൊരു പ്രതിസന്ധി വളരെ ബോധപൂർവം ഉണ്ടാക്കുകയാണ്.